എന്നിവ അടങ്ങുന്നതാണ് ഖരമാലിന്യം. പച്ചക്കറികളും മൃഗാവശിഷ്ടങ്ങളും സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളും അടങ്ങുന്നവയാണ് ജൈവമാലിന്യങ്ങൾ. അജൈവ മാലിന്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കുകളും പഴയ കപ്പുകളും കാർഡ്ബോർഡുകളും അടങ്ങുന്നതാണ് അജൈവ മാലിന്യങ്ങൾ. അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ വസ്തുക്കൾ ശേഖരണം, വിനിമയം, പുനരുപയോഗം അല്ലെങ്കിൽ നശിപ്പിക്കൽ എന്നിവയും യഥാവശേഷം ഉപയോഗിക്കുകയുമാണ് മാലിന്യ സംസ്കരണം. മാലിന്യത്തിന്റെ ആഘാതം കുറയ്ക്കുക, ഉപയോഗശൂന്യമായ വസ്തുക്കളിൽ നിന്നും പരമാവധി ഉപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കൾ വീണ്ടെടുക്കുക എന്നിവയും ഇതിൽ ഉൾപ്പെടും. ഇവിടെ ഫ്ലാറ്റുകളിൽ നിന്നും വീടുകളിൽ നിന്നും ഒക്കെ ഒരുപാട് മാലിന്യങ്ങൾ പുറന്തള്ളുന്നു. അതിൽ ഖരമാലിന്യങ്ങൾ, ജൈവമാലിന്യങ്ങൾ, അജൈവ മാലിന്യങ്ങൾ തുടങ്ങി ഒരുപാട് മാലിന്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ അടങ്ങുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കാട്ടിൻപുറങ്ങൾ. മനുഷ്യർ ഫ്ലാറ്റുകളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ പുഴകളിലേക്ക് ഒഴുക്കുന്നു. ഇതിലൂടെ നമുക്ക് രോഗങ്ങളും ജലസ്രോതസ്സുകൾ മലിനമാവുകയും ചെയ്യും. ഇങ്ങനെ മലിനമാകുന്ന ജലം നമുക്ക് ജലശുദ്ധീകരണ പ്ലാന്റിലൂടെ ആ ജലത്തെ വിവിധ ഘട്ടങ്ങളിലൂടെ കടത്തിവിട്ട് നമുക്ക് ആ ജലത്തെ വീണ്ടും ഉപയോഗിക്കാൻ കഴിയും. മാലിന്യങ്ങളെ സൂക്ഷ്മജീവികൾ വിഘടിപ്പിച്ച് ജൈവവാതകവും ജൈവവളവുമാക്കി മാറ്റുന്നു. ഇത് അന്തരീക്ഷത്തിൽ ചേർന്ന് മനുഷ്യനും ജീവികൾക്കും തന്നെ ഒരു ദോഷകരമായി മാറുന്നു. മാലിന്യങ്ങളെ സൂക്ഷ്മജീവികളുടെ സഹായത്തോടെ അന്തരീക്ഷത്തിൽ അല്ലാതെ ഇതുപോലെയുള്ള സംഭരണികളിൽ വെച്ച് നമുക്ക് പാരമ്പര്യേതര ഇന്ധനങ്ങൾ